ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. നമുക്കിന്നൊരു അടിപൊളി ചിക്കു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഈ മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 300 ഗ്രാം ചിക്കു ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല പഴുത്ത ചിക്കു ആണ്. അപ്പോൾ ഇതിൻ്റെ സീഡ്സ് എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതപ്പോൾ ഒരു സാധാരണ ചിക്കു മിൽക്ക് ഷേക്ക് അല്ല, കുറച്ച് സ്പെഷ്യലാണ്. ഞാൻ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കു മിൽക്ക് ഷേക്ക് ഒന്നും കൂടി ടേസ്റ്റി ആവും. പിന്നെ വേണ്ടത് ഫ്രോസൺ മിൽക്കാണ്. ഇത് 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് നല്ലവണ്ണം ഐസാക്കി എടുത്തതാണ്. പിന്നെ 1.5 കപ്പ് തണുപ്പിച്ചെടുത്ത പാലും വേണം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മിൽക്ക് ഷേക്കിനെ സ്പെഷ്യൽ ടേസ്റ്റ് നൽകുന്ന ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് ചിക്കു ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഫ്രോസൺ മിൽക്കും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പഞ്ചസാരയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ബൂസ്റ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെറൈറ്റി ടേസ്റ്റുള്ള ചിക്കു മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പോൾ അതിന് വേണ്ടി 2 ഗ്ലാസ്സിലേക്ക് ഞാൻ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഭംഗിക്ക് വേണ്ടി. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബൂസ്റ്റിൻ്റെ ഫ്ലേവറുള്ള നല്ലൊരു അടിപൊളി ചിക്കു മിൽക്ക് ഷേക്കാണിത്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബദാമും കാഷ്യൂനട്ടുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഈ ചിക്കു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്